ഒരൊറ്റ വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ട് തന്റെ പ്രേക്ഷക പിന്തുണ ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സിബിൻ. ഒരൊറ്റ വീക്കെൻഡ് എപ്പിസോഡ് തന്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ സിബിന് പറയാവുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, സിബിന് ശിക്ഷ കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. സിബിൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നില്ല, പക്ഷേ സിബിനെ പോലെ തന്നെ തെറ്റ് ചെയ്തവർ, അല്ലെങ്കിൽ സിബിനേക്കാൾ കൂടുതലായി തെറ്റ് ചെയ്തവർ എല്ലാം തന്നെ അവിടെ ഇരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമുക്കറിയാം ജാസ്മിൻ ഗബ്രിയും തന്നെ, അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ശിക്ഷ കൊടുക്കാതെ സിബിനെ മാത്രം ശിക്ഷിച്ചു എന്നുള്ളതാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെ സിബിനെ ശിക്ഷിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? സിബിൻ ചെയ്ത തെറ്റ് തെറ്റല്ലാതാകുന്നില്ലെങ്കിൽ പോലും അതിലുപരി തെറ്റ് ചെയ്തവർ, അത്രയും മോശപ്പെട്ട വാക്കുകൾ ഉച്ചരിച്ചവർ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് പനിഷ്മെന്റ് കൊടുത്തില്ല? അവർക്ക് എന്തുകൊണ്ട് വാണിംഗ് കൊടുത്തില്ല? ഇവിടെ സിബിനെ മാത്രം എന്തിന് ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ചോദ്യം. ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് സിബിനെ പ്രേക്ഷക പിന്തുണ ഇരട്ടിയിലധികമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള മത്സരാർത്ഥി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സിബിൻ തന്നെ, അതിൽ യാതൊരു മാറ്റവുമില്ല. ഇപ്പോൾ സിബിൻ എത്തുന്നതിന് മുമ്പ് വരെ അവിടെ ജിൻഡോയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള മത്സരാർത്ഥി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിബിന്റെ പകുതി പോലും പ്രേക്ഷക പിന്തുണ ജിൻഡോയ്ക്ക് ഇല്ല എന്നാണ് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ജിൻഡോയുടെ ഗെയിം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ജിൻഡോയ്ക്ക് ഗെയിം ഒന്നും ഇപ്പൊ കാര്യമായിട്ട് അവിടെ കളിക്കാനായിട്ട് കിട്ടുന്നില്ല. ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു കരച്ചിലോ അല്ലെങ്കിൽ ഒരു ഭയങ്കര കോമഡിയോ അങ്ങനെയൊക്കെയാണ് ജിൻഡോ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിം എല്ലാം ഒതുങ്ങിപ്പോയി ജിൻഡോയുടെ. ഒന്നോർക്കുമ്പോൾ സിബിൻ ഒതുക്കിയതാണ് എന്ന് വേണമെങ്കിലും പറയാം. അത് സിബിന്റെ ഗെയിമാണ്. സിബിന് വേണ്ടവരെയെല്ലാം മെയിൻ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ് എന്ന് തോന്നുന്നവരെയെല്ലാം സിബിൻ അവിടെ ഒതുക്കിയിട്ടുണ്ട്. ഒരൊറ്റ ആഴ്ച കൊണ്ട് സിബിൻ എല്ലാവരും ഒതുക്കി മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ സിബിനെ വഴക്ക് പറയുന്നതും സിബിനെ ശിക്ഷ കൊടുക്കുന്നതും ഒക്കെ കാണിക്കുന്നത്. സിബിനാകെ മെന്റലി ഡൗൺ ആയി, സിബിനാകെ വിഷമത്തിലാണ്, പവർ റൂമിൽ നിന്ന് ഇറങ്ങേണ്ട വിഷമത്തിലാണ് സിബിൻ. ഇതെല്ലാം കണ്ട സമയത്ത് സിബിനോട് പ്രേക്ഷകർക്ക് വല്ലാത്തൊരു ഇഷ്ടവും സിമ്പതിയും എല്ലാം ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിബിന്റെ പ്രേക്ഷക പിന്തുണ എന്ന് പറയുന്നത് ഇരട്ടിയിലധികമാണ്. എന്തായാലും ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ. നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു എപ്പിസോഡിൽ, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു നിന്നുകൊണ്ട് മാരാരെ പൂര ചീത്ത വിളിക്കുകയും എല്ലാവരും മാരാർക്കെതിരെ തിരിയുകയും, അങ്ങനെ വന്ന സമയത്ത് ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് അവിടെ മാരാർക്ക് ഒരു ഗംഭീര ഹൈപ്പ് കിട്ടി. അതിനുശേഷം പിന്നെ മാരാരുടെ തട്ട് താന്ന് തന്നെയായിരുന്നിട്ടുള്ളൂ. മാരാർക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവസാനം വിന്നറായിക്കൊണ്ട് തന്നെയാണ് മാരാർ അവിടെ നിന്ന് പടിയിറങ്ങിയത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഹൈപ്പ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സിബിനാണ്. ഇനി സിബിന്റെ ഗെയിമും ഹൈ ലെവലോട്ടാണ് പോകുന്നതെങ്കിൽ ആ കപ്പ് സിബിന്റെ കയ്യിൽ തന്നെ.